എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ചെമ്മീൻ തേങ്ങാക്കൊത്ത് ഫ്രൈ ആണ്. അതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെമ്മീൻ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. സ്റ്റൗ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ലാഡിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുന്നില്ല. നമ്മൾ സവോള ഇട്ടിട്ടാണ് ഇഞ്ചിയും പച്ചമുളകും ഇടുന്നത്. ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മൾ ജൂലൈൻ ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 തണ്ട് കറിവേപ്പിലയും ചെറിയ 2 പീസ് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി വന്നിട്ട് നമുക്ക് മസാലകൾ ചേരുവകൾ ചേർക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചത് മാറ്റി വയ്ക്കാം കേട്ടോ, മേളിൽ ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് ലേശം കുറച്ച് തേങ്ങാക്കൊത്തും സവോളയും ഉണക്കമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മൾ വഴറ്റി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കുറച്ച് നമ്മൾ മേളിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ലേശം ഫിഷ് മസാല, എരിവിനാവശ്യമായിട്ട് ബ്ലാക്ക് പെപ്പർ പൗഡർ. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 20 പീസ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്യും. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ച് ഇവനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ചട്ടിക്കകത്ത് കിടന്ന് വേവട്ടെ. ഇവനെ നന്നായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ കിടന്ന് നന്നായി ഫ്രൈ ആയി നമുക്ക് ഇവനെ മാറ്റിയെടുക്കാം. ഒരു ചോള പുളി ആഡ് ചെയ്ത് കൊടുക്കണം. ലേശം പുളിക്ക് വേണ്ടിയിട്ടാണ്. നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. ചെമ്മീനിലേക്കൊക്കെ മസാല കയറി പിടിക്കട്ടെ. നമ്മുടെ ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ ഏകദേശം ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുന്നേ വറുത്ത കുറച്ച് വറവൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കുറച്ച് വറവൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തും ഫ്രൈഡ് ഓണിയനും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് ആഡ് ചെയ്യണം. കുറച്ച് നമ്മൾ ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്കിനി തീ ഓഫ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നാടൻ ചെമ്മീൻ തേങ്ങാക്കൊത്ത് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായി
സ്മൂത്ത് നല്ല ഫ്രൈ ആയി. ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാം ഫ്രൈഡ് ഓണിയനൊക്കെ വെച്ച്. ഇന്നുണ്ടാക്കിയ ചെമ്മീൻ തേങ്ങാക്കൊത്ത് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വീണ്ടും കാണാം.